എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്പനെയിൽ കണ്ട പോലെ തന്നെ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു കോഴി ഫാം നിർമ്മിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ് തന്നെയാണ്. ആ വേസ്റ്റ് മാനേജ്മെൻറ്റ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഫാമിൽ പൊല്യൂഷനോ അല്ലെങ്കിൽ ലൈസൻസോ ഇതൊന്നും കിട്ടാൻ യാതൊരു സാധ്യതയില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യാമെന്നും അത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നും അതെങ്ങനെ പ്രോപ്പറായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാമെന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അവസാനം വരെ കാണുക. ഇപ്പോഴും കോഴി ഫാം നടത്തുന്ന ചില ആൾക്കാർ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇല്ലാതെ കോഴിയെ അലക്ഷ്യമായിട്ട് ചത്ത കോഴിയെ വലിച്ചെറിയുന്നതും അതുപോലെ തന്നെ മൂടിയില്ലാത്ത കിണറുകളിൽ കൊണ്ടുപോയിട്ട് കോഴിയെ തള്ളുന്നതൊക്കെ ആയിട്ട് ചില പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതായത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇല്ലാതെ നിങ്ങൾ മൂടിയില്ലാത്ത പൊട്ടക്കിണറുകൾ അതുപോലെ തന്നെ ഫാമിൻ്റെ സൈഡിലൂടെയുള്ള അതുപോലെ തന്നെ കാടുകൾ മറ്റേ പൊന്തക്കാടുകളുണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾ ഈ കോഴിയെ ചത്ത കോഴിയെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മറവ് ചെയ്യാതെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്മെല്ല് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈസൻസോ കാര്യങ്ങളോ ഒന്നും ഈ പൊല്യൂഷനിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ കിട്ടാൻ യാതൊരു സാധ്യതയില്ല. ഈ പൊല്യൂഷൻ ആൻഡ് കൺട്രോൾ ബോഡിയിൽ നിന്ന് ആൾക്കാർ ഇൻസ്പെക്ഷന് വന്നു കഴിഞ്ഞാൽ അവർ നോക്കുന്ന പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ വീടുമായിട്ടുള്ള അകലമാണ്. തൊട്ടടുത്ത് വീടുകളുണ്ടോ അതുപോലെ ജലാശയങ്ങളുണ്ടോ ഇതൊക്കെ നോക്കും. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. നിങ്ങൾ ചത്ത കോഴി എവിടെ മറവ് ചെയ്യുന്നു ഈ കാര്യമാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം നോക്കുന്നത്. അതില്ലാന്നുണ്ടെങ്കിൽ അവർ ആ സ്പോട്ടിൽ തന്നെ നമുക്ക് പൊല്യൂഷൻ ആൻഡ് കൺട്രോൾ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ആ സ്പോട്ടിൽ തന്നെ അവർ ക്യാൻസൽ ചെയ്യും. നിങ്ങൾ ഒരു കോഴി ഫാം നിർമ്മിക്കുമ്പോൾ ആ ഫാമിൻ്റെ സൈഡിലായിട്ട് അല്ലെങ്കിൽ ഫാമിനോട് ചേർന്ന് ഫാമിൻ്റെ പുറത്ത് നിങ്ങൾ ഒരു വേസ്റ്റ് കുഴി ചെറിയ വേസ്റ്റ് കുഴി നിങ്ങൾ എടുക്കുക. എന്നിട്ട് ആ വേസ്റ്റ് കുഴി കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ കെട്ടിയെടുക്കുക. മണ്ണിടിയാതെ ഒരു വേസ്റ്റ് കുഴി അത്യാവശ്യം വലിപ്പത്തിൽ നിങ്ങൾ JCB കൊണ്ട് കുത്തിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കുത്തുക, അല്ലെങ്കിൽ ഒരു JCB കൊണ്ട് നിങ്ങൾ കുത്തിച്ചാൽ മതി. നിങ്ങളൊരു വേസ്റ്റ് കുഴി അത്യാവശ്യം വലിപ്പത്തിൽ, കാരണം ഈ കുഴി കുറച്ച് കഴിയുമ്പോഴത്തേന് നിറയാൻ സാധ്യതയുണ്ട്. കോഴി കുറേ നമ്മൾ ചത്ത കോഴി ഇട്ട് കഴിയുമ്പോൾ നിറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം വലിപ്പമുള്ള കുഴി വേണം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു വലിയ കുഴി നിങ്ങൾ എടുത്തിട്ട് ആ കുഴി അടി മുതൽ വൃത്തിയായിട്ട് കെട്ടിയെടുക്കുക. കാരണം ഈ മഴക്കാലമൊക്കെ വരുമ്പോഴത്തേനും ഈ കുഴി ഇടിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അടി മുതൽ വൃത്തിയായിട്ട് നിങ്ങൾ കെട്ടിയെടുക്കുക. നല്ല കരിങ്കല്ലുകൊണ്ടാണ് നിങ്ങൾ വൃത്തിയായിട്ട് കെട്ടിയെടുക്കുക. അങ്ങനെ കെട്ടിയെടുത്തതിന് ശേഷം മോഡിൽ നിങ്ങൾ വൃത്തിയിൽ ഒരു സ്ലാബ് ഇട്ട് മൂടുക. നിങ്ങൾ ഓപ്പണായിട്ട് ഇട്ടരുത്. ഓപ്പൺ ഇട്ട് കഴിഞ്ഞാൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, വല്ല കുറുക്കനോ അല്ലെങ്കിൽ പട്ടിയൊക്കെ ചത്ത കോഴിയെ ഈ കുഴിയിൽ നിന്ന് വലിച്ച് പുറത്തിടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്മെല്ല് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു സ്ലാബും കൂടെ വാർത്ത് ഇതിന് അതായത് പുറത്തേക്ക് ഒരു സ്മെല്ലും വരുന്നില്ല എന്നുള്ള നിങ്ങൾ കൺഫേം ചെയ്യുക. എന്നിട്ട് ആ സ്ലാബിൻ്റെ മുകളിൽ ചെറിയൊരു ഓപ്പണിങ് മാത്രം നിങ്ങൾ കൊടുക്കുക. അതായത് കോഴീനെ ഇടയ്ക്ക് കൊണ്ടിടാൻ മാത്രം ചെറിയൊരു ഓപ്പണിങ് കൊടുക്കുക. അങ്ങനെ ഓപ്പണിങ് നിങ്ങൾക്ക് സ്ലാബായിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങളൊരു വക്കറ്റ് വെച്ചിട്ട്, നമ്മൾ പെയിൻറ്റിൻ്റെ വക്കറ്റ് ഉണ്ടല്ലോ, അങ്ങനെ നിങ്ങൾ പെയിൻറ്റിൻ്റെ ഒരു വക്കറ്റ് ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് അതിന് ചുറ്റും നിങ്ങൾ കോൺക്രീറ്റ് ചെയ്യുക. അപ്പോൾ ആ വക്കറ്റിൻ്റെ ഭാഗം മാത്രം ഒരു ഹോളായിരിക്കും. അതിലേക്ക് നിങ്ങൾക്ക് വേസ്റ്റ് ആ ചത്ത കോഴിനെ ഇട്ടിട്ട് നിങ്ങൾക്ക് ആ പെയിൻറ്റിൻ്റെ വക്കറ്റിൻ്റെ മൂടി കൊണ്ട് തന്നെ അത് മൂടി വെക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വേസ്റ്റ് കുഴി നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊല്യൂഷൻ ആൻഡ് കൺട്രോൾ ബോർഡിൻ്റെ അനുമതി കിട്ടാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ഫാം ലൈസൻസും കിട്ടാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ അടി മുതൽ കെട്ടിയെടുത്തതിന് ശേഷം മുകളിൽ തീർച്ചയായിട്ടും ഒരു സ്ലാബ് കൊടുക്കുക. സ്ലാബ് കൊടുത്ത് അതിലേക്ക് മഴവെള്ളമോ അതുപോലെ തന്നെ സ്മെല്ലൊന്നും വരുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. പിന്നെ ഈ കുഴി നിറയുമ്പോൾ നിങ്ങൾ ഈ കുഴി പകുതിയൊക്കെ ആയി കഴിയുമ്പോൾ നിങ്ങൾ കുറച്ച് മണ്ണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ കോഴി കുറേ ചത്ത് കഴിഞ്ഞാൽ ചില ഫാമിലൊക്കെ കോഴി ചിലപ്പോൾ എന്തെങ്കിലും അസുഖമൊക്കെ വന്നാൽ കൂട്ടത്തോടെ ചാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ചത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കുഴി നിറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുഴി ഒരു പകുതിയൊക്കെ എത്തുമ്പോഴത്തേനും നിങ്ങൾ കുറച്ച് മണ്ണ് ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കോഴി പെട്ടെന്ന് അഴുകി അങ്ങ് ചീഞ്ഞിട്ട് അത് കുറച്ചുകൂടെ താഴേക്ക്, എന്ന് വെച്ചാൽ പെട്ടെന്ന് പൊന്തി വരാതെ കുറച്ചുകൂടെ താഴേക്ക് അങ്ങ് താന്നു പോയിക്കോളും. പിന്നെ നമുക്ക് കൂടുതൽ കോഴീനെ വേസ്റ്റായിട്ട് അതിൽ ഇടാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളൊരു കോഴി ഫാം തുടങ്ങുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. പല ഫാമേഴ്സും ഇപ്പോഴും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നില്ല. അത് ലൈസൻസ് ഉള്ള ഫാമുകളായിരിക്കത്തില്ല, ലൈസൻസ് ഇല്ലാത്ത ഫാമുകളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ലൈസൻസും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനുമതിയൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിങ്ങനെ ഒരു വേസ്റ്റ് കൂടി തീർച്ചയായിട്ടും നിങ്ങൾ കുത്തുക. അതിനൊരു പ്രയാസമുള്ള കാര്യമല്ല. നിങ്ങൾ ഫാം ഉണ്ടാക്കുമ്പോൾ ആ ഫാമിൻ്റെ സൈഡിലായിട്ട് തന്നെ നിങ്ങൾക്കൊരു വേസ്റ്റ് കൂടി കറക്റ്റായിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സ്മെല്ലും ഇല്ലാതെ ചത്ത കോഴിനെ ഇടുകയും ചെയ്യാം. നിങ്ങൾക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനുമതിയും ലൈസൻസൊക്കെ കിട്ടുകയും ചെയ്യും. നാട്ടുകാരുടെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവുന്നുമില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ഫാം ഉണ്ടാക്കുമ്പോൾ. സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കൊണ്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.